ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തെ കുറേ ഇങ്ങനെ ഫ്രണ്ട് വശത്ത് കുറച്ച് ഉണ്ട പോലെ ഇട്ടിരിക്കുന്ന സാധനം കണ്ടോ, അതാണ് മൂട കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കത്തില്ല. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കൊല്ലം ചവറ പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും ഏട്ടനും നമുക്കിവിടെ അമ്പലത്തിൽ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടുത്തെ നേർച്ചകളും വിശേഷാൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാലമ്പലത്തിന് ചുറ്റും കറങ്ങി തൊഴുത് അവിടുത്തെ പ്രധാന നേർച്ചയാണ് മൂട. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടുവെച്ചോ, വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ഒരു കൊട്ട പോലെ ഇരിക്കും, കൊട്ടയാണോ അതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് നെല്ല് കാണും, ശർക്കര കാണും. ഓരോ അസുഖത്തിനായാലും ശരി, മക്കളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നതിനായാലും ശരി, ഓരോത്തിനും ഓരോ നേർച്ച, ഓരോ മൂടയാണ് അവിടെ സമർപ്പിക്കുന്നത്. അപ്പം സാമ്പത്തികം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതിനും പലതരത്തിലുള്ള മൂടകൾ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് 30 രൂപ കൊടുത്താൽ നമുക്കത് ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നമ്മൾ ഭഗവാന്റെ മുന്നിൽ, അതായത് കൊടിമരത്തിൻ്റെ മുന്നിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കൊടിമരത്തിന് 3 റൗണ്ട് അടിച്ച് അതവിടെ സമർപ്പിക്കണം. അതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. അപ്പോൾ ഇവിടെ പണ്ട് മയിലുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ മയിലിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല. എന്താണ് കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ക്ഷേത്രങ്ങളിലായാലും വളർത്തിക്കൂടെന്നൊക്കെയുള്ള നിയമം ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ പണ്ടിവിടെ പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മയിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഞങ്ങളുടെ നേർച്ച ഞങ്ങളവിടെ നടത്തി. പിന്നെ എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് വെറ്റില വിളക്കുണ്ടാണ്. വെറ്റില വിളക്ക് ഞാൻ വെക്കാറുണ്ട് കേട്ടോ, എല്ലാ ചൊവ്വാഴ്ചയും. എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെയും ഞാൻ വെക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. 6 വെറ്റില മേടിക്കുക, എന്നിട്ട് അതിൻ്റെ തുമ്പത്തുള്ള ഞെട്ട് കളയുക. അതൊരു മൂദേവിയായിട്ടാണ് കരുതുന്നത്, അത് കളയുക. അത് കളഞ്ഞിട്ട് നമ്മൾ മഞ്ഞളും കുങ്കുമവും ആ വെറ്റിലേക്ക് ചുറ്റും വെക്കുക. പൂക്കളൊക്കെ ഇട്ട് അലങ്കരിക്കുക. എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ നെയ്വിളക്ക് ഭഗവാനെ സങ്കല്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കയറിക്കിടക്കാട്, അതായത് വസ്തുവൊന്നും ഇല്ലാത്തവർക്ക് വസ്തുവും, നമ്മളുടെ വസ്തു ഒക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ ഞാൻ വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യുക. ഇതിൻ്റെ ടൈമെന്ന് പറയുന്നത്, ഈ വിളക്ക് വെക്കുന്നതിനും ടൈമുണ്ട് കേട്ടോ. അത് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയും, ഉച്ചയ്ക്കാണെങ്കിൽ 1 മണി തൊട്ട് 2 മണി വരെയും, രാത്രിയിലാണെങ്കിൽ 8 മണി തൊട്ട് 9 മണി വരെ. ഇതാണ് ഈ വിളക്ക് വെക്കുന്നതിനുള്ള ഒരു ടൈം. അപ്പം ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പം അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാട്ടിൽ ദേവി ക്ഷേത്രവും. അപ്പം അവിടെയും ഞങ്ങൾ കയറി തൊഴുത് കേട്ടോ. അവിടെയും കയറി തൊഴുത്. പിന്നെ അവിടുത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഒരു വട്ടം ഇട്ടതാണല്ലോ, വീണ്ടും വേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഈ കാട്ടിലമ്പലത്തിൻ്റെ പ്രധാന നേർച്ച അറിയാവുന്നവർക്കറിയാം, മണി വഴിപാടാണ്. ശക്തിയായിട്ടുള്ള ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെയും ഞങ്ങൾ പോയി തൊഴുത് റിട്ടേൺ വന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കെങ്കിലും തരണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.